തൊപ്പീനെ ശരിക്കും സമ്മതിച്ചേ പറ്റുള്ളൂ. കാരണം ഇത്രയധികം കോൺട്രോവേഴ്സികൾ ഉണ്ടാക്കിയ ഒരു യൂട്യൂബർ നമ്മുടെ കേരള യൂട്യൂബ് സ്പേസിലോ അല്ലെങ്കിൽ ഇന്ത്യൻ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിലുണ്ടോ അറിയാൻ പാടില്ല. ഇന്റർനാഷണലുണ്ട് ഇവനേക്കാളും വലിയ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ജോണി സൊമാലി, ലോഗൻ പോൾ അങ്ങനെ ഇഷ്ടം പോലെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ തൊപ്പി ഒരു ഡീസന്റ് മനുഷ്യൻ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ അളിയൻ എത്തി വെച്ചേക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു കോൺട്രോവേഴ്സി അത് നമ്മൾ ജസ്റ്റ് അത് സ്ക്രിപ്റ്റ് ആണെന്ന് പലരും പറയുന്നു. പക്ഷേ ഇമ്മാതിരി ലെവല് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആക്ച്വൽ ഒരു ലെജിറ്റ് തുണ്ട് വീഡിയോ ലീക്ക് ചെയ്ത് നിൽക്കുന്ന ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് സ്ക്രിപ്റ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ ആവാം. കാരണം ചാൻസ് പണ്ട് ശരിക്കും തൊപ്പി കയറുമെന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചോളച്ചിപ്പുഴത്തെ സ്ഥാനത്ത് വെച്ചും പോലീസ് കേസ് വരെ ഉണ്ടാക്കിയാണ് അളിയൻ ഫേമസ് ആയത്. അങ്ങനെ കോൺട്രവേഴ്സി വെച്ച് മാത്രം ഫേമസ് ആയ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് തൊപ്പി എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളി എം.ആർ.സി ഗ്യാങ്ങൊക്കെ തുടങ്ങി. അത് ഓക്കെ. അതൊരു നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു കോൺട്രവേഴ്സി ബേസ് ചെയ്തൊരു ഫെയിമിലേക്ക് എത്തിയ ആള്, പുള്ളി ഒരു ഗ്യാങ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും പൊതുവെ ഇങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും ആ ഗ്രൂപ്പിലുണ്ടാവുക. അത് നമുക്ക് നമ്മുടെ ടിവിയുടെ ഇഷ്യൂ കണ്ടപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. മറ്റേ കുറച്ച് ഉടായിപ്പുണ്ടാക്കിയവന്മാരൊക്കെ എം.ആർ.സി ഗ്യാങ്ങിൽ എടുത്തുവെന്നും അത് വെച്ച് ഈ ടിവിയായിട്ട് എന്താ ഇഷ്യൂസ് എന്നൊക്കെ പറഞ്ഞ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പറയാൻ പാടില്ല. അതൊക്കെ ഭയങ്കര പലർക്കും പല ഒപ്പീനിയനും പല സംഭവങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണ്. ബട്ട് ഓക്കെ. ഇങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഒരു ഇങ്ങനത്തെ ഒരു ഇഷ്യൂസ് പൊട്ടിമുളയ്ക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു സെറ്റ് ഓഫ് ഗ്രേ ഏരിയ പീപ്പിൾ നമ്മള് അവര് നല്ലവരും ചീത്തവരാന്ന് ഞാൻ പറയുന്നില്ല. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു കോൺട്രോവേഴ്സ്യൽ സ്റ്റൈൽ ഓഫ് കണ്ടന്റ് ഉണ്ടാക്കണമെങ്കിൽ കുറച്ചൊക്കെ ഉടായിപ്പ് കയ്യിലുണ്ടാവണം. അപ്പം അങ്ങനെയുള്ളവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ എന്തായാലും അത് ഏത് ലെവൽ വരെ പോകുമെന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. കാരണം തുടങ്ങിയപ്പോൾ ഒരു സൈഡ് പറയുന്നു ഷഡ്ഡി കലക്കുന്നു, മറ്റേ ക്യാഷ് ഫ്രോഡ് നടത്തി എന്നൊക്കെ പറഞ്ഞു ഒരു സൈഡ്. അത് കഴിഞ്ഞപ്പോൾ ദേ നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അളിയൻ വന്നിരിക്കുന്ന ലെജിറ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നളിയാ, ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണരുതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അത് ഇച്ചിരി ഒരു ഒരു 18+ ആണ്. ബട്ട് അത് ഓൾസോ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിസ്റ്റർബിങ്. കാരണം ഇത് ഇവന്റെ സിസ്റ്റത്തിൽ ഇവൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം പണ്ടേ ഇവനൊരു നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഇത് ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അത്രയും മറ്റേ അപ്പുറത്തെ സൈഡിനെ ട്രസ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ആ വീഡിയോ കീപ്പ് ചെയ്തത് ഭാവിയിലൊരു അസ്ത്രമായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ മറ്റേ ബ്രഹ്മാസ്ത്രമായിട്ട് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ വെച്ചതുകൊണ്ടാണ് എന്ന് നമുക്ക് ഊഹിക്കാം. സോ രണ്ടുപേരും കറക്റ്റാന്ന് ഞാൻ പറയുന്നില്ല, രണ്ടുപേരും മോശമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം പേഴ്സണലി അവർ രണ്ടുപേരും എനിക്കറിയാൻ പാടില്ല. അപ്പോൾ അവരുടെ ക്യാരക്ടർ നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ബേസ്ഡ് ഓൺ നമ്മളിപ്പോൾ കണ്ടേക്കുന്ന കുറേ കാര്യങ്ങൾ വെച്ച് രണ്ടുപേരും അത്ര പെർഫെക്റ്റ് അല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പൊതുവേ നമ്മൾ എടുത്താൽ മതി. ഇത്രയും നാളത്തുള്ള ഹിസ്റ്ററി യൂട്യൂബിൻ്റെ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞ് ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കി ഫെയിം ആയേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ യൂട്യൂബേഴ്സും 9 ഔട്ട് ഓഫ് 10 യൂട്യൂബേഴ്സും അറ്റ് ദി എൻഡ് അത്ര ഡീസൻ്റ് ആൾക്കാരാവാറില്ല പൊതുവേ. അതങ്ങനെയാണ് അതിൻ്റെ ഒരു നമ്മുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ സജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. തൊപ്പിയുടെ ഇവൻ്റെ ഷമീറിൻ്റെ ഇവരുടെയും മമ്മൂൻ്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് ആകെ ഒരു ഇച്ചിരി ഒരു ഇഷ്യൂ വന്നേക്കുന്നത് മമ്മൂന് എത്ര ഏജ് ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. ഇതൊന്ന് ഷൂട്ട് ചെയ്യുന്നത് അറിയാൻ പാടില്ല. സോ ഇതൊരു ക്രിമിനൽ കേസിലേക്ക് പോകുമെന്നാണ് എൻ്റെ ഒരു സംശയം. കാരണം ആക്ച്വലി നമ്മൾ ഒരാളുടെ കൺസെൻ്റ് ഇല്ലാതെ അവരുടെ ഒരു വീഡിയോ ഒരു പ്രൈവറ്റ് വീഡിയോ ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്രിമിനൽ കേസാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയാൻ പാടില്ല. ലോയും കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. കാരണം പൊതുവേ നമ്മൾ ഇപ്പോൾ പിള്ളേരുടെയൊക്കെ പെൺപിള്ളേരുടെയൊക്കെ വീഡിയോ ലീക്ക് ആക്കിയെന്ന് പറഞ്ഞ് കേസൊക്കെ എടുക്കുന്നുണ്ടല്ലോ. സോ സെയിം ഇത് ഇതിൻ്റെ അകത്ത് വരുമോയെന്നും എനിക്കറിയാൻ പാടില്ല. ബട്ട് സ്റ്റിൽ അതിനകത്ത് തൊപ്പി പറയുന്ന പല കാര്യങ്ങളുണ്ട്. അവൻ്റെ നിങ്ങൾ ഈ വീഡിയോ എടുത്ത് നോക്കി കാണാം. പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഡിസ്റ്റർബിങ്. അത്രേ ഉള്ളൂ. എനിക്ക് പറയാൻ അതിനെപ്പറ്റി പറയാൻ എനിക്ക് അത്രേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും അല്ല ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ കണ്ടന്റ് ആക്ച്വലി ഇമ്മാതിരി ക്രിയേറ്റേഴ്സ് വലുത് അല്ലെങ്കിൽ ഇത്രയും ലെവലെത്താനുള്ള കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ വരാനുള്ളൊക്കെ കാരണം കുറേയൊക്കെ നമ്മൾ കണ്ടന്റ് വ്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്ന നമ്മൾ കമ്മ്യൂണിറ്റിയുടെ ഉണ്ട്. കാരണം നമുക്ക് ഈ ഇമ്മാതിരി കോൺട്രവേഴ്സി കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വ്യൂസ് കയറി എൻഗേജ്മെൻറ്റ് കയറിയാണല്ലോ ഇവനൊക്കെ ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞത്. അപ്പം അതുകൊണ്ട് ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ഒരു ചെറിയ ശതമാനം പങ്ക് ഇത് കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഉണ്ടെന്നുള്ളതൊരു സത്യമാണ്. ചിലപ്പോൾ എല്ലാവർക്കും പറയുന്നത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇനിയും ഭാവിയിൽ ഇങ്ങനെ ഒരു സംഭവം വരാതിരിക്കാനുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്ത് നോക്കുക. ഇമ്മാതിരി കോൺട്രവേഴ്സിയും കൊണയൊക്കെ കാണുമ്പോൾ ചാടിക്കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ഇട്ട് അപ്പുറത്തേക്കും തന്തയ്ക്കും തള്ളയ്ക്കൊക്കെ വിളിച്ച് ചുമ്മാ എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കാതെ ആക്ച്വൽ ലിജിറ്റായിട്ടുള്ള നല്ല കണ്ടന്റുകൾ വരുന്നവരെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ട് ഈ ട്രോൾസൊക്കെ ഇടുന്ന ഇത് നല്ല രസമുണ്ടാണ്. അങ്ങനത്തെ ഒരു ട്രോൾസൊക്കെ ഉണ്ട്. പക്ഷേ ആക്ച്വൽ ലിജിറ്റ് ഇമ്മാതിരി സാധനം ഉണ്ടാക്കുന്നവരെ പോയി സബ്സ്ക്രൈബ് ചെയ്ത് അടി കാണാൻ വേണ്ടി ലൈവിൽ പോയിരുന്ന്
അതൊക്കെയാണ് ഇമ്മാതിരി ഈ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ മെമ്പേഴ്സ് എന്നല്ല ആൾക്കാരെ ഞാൻ പറയുന്നത്. ഇങ്ങനത്തെ ടോക്സിക് സിറ്റുവേഷൻസ് ഉണ്ടാകാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കണ്ടന്റ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നോണ്ടാ. അപ്പൊ ഇമാതിരി കണ്ടന്റ് എടുത്ത് കളഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാതെ എൻഗേജ്മെന്റ് കൊടുക്കാതെ ഇരുന്നാലാണ് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി, നമ്മുടെ ഈ സോഷ്യൽ മീഡിയ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ കണ്ടന്റ് ക്രിയേഷൻ കമ്മ്യൂണിറ്റി ബെറ്റർ ആവുള്ളൂ. ഇത് ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, പലവണയും പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ആക്ച്വൽ പവർ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നവരെക്കാളും പവർ കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നവരില്ല. കാരണം നമ്മൾ എന്ത് കണ്ടന്റിനാണ് എൻഗേജ്മെന്റ് കിട്ടുള്ളൂ അതനുസരിച്ച് ഇപ്പോൾ നല്ല കണ്ടന്റ് എൻഗേജ്മെന്റ് കിട്ടും. പക്ഷേ ചീത്ത കണ്ടന്റിന് സിമ്പിളായിട്ട് എൻഗേജ്മെന്റ് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ശതമാനം ആൾക്കാർ അങ്ങനത്തെ കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കും. ഇപ്പൊ അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റേതിലൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മറ്റേ ഷേപ്പ് കാണാനും ഗ്യാപ്പ് കാണാനും ഓട്ട കാണാനൊക്കെ പോകുന്നവന്മാർ ഇഷ്ടം പോലെയുണ്ട്. അങ്ങനെ ഉള്ളതുകൊണ്ട് കാണാൻ പോകുന്നുള്ളവർ കൊണ്ടാണ് അത് ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് സപ്ലൈ ചെയ്യാൻ ആൾക്കാരുള്ളത്. സപ്ലൈ ചെയ്യുന്നവരെ നിർത്തണം. പക്ഷേ നമ്മളെക്കൊണ്ട് ആസ് ദ മാസ് അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് നമ്മൾ ഈ വ്യൂവേഴ്സിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഇങ്ങനത്തെ കണ്ടന്റുകൾ എൻഗേജ് ചെയ്യാതിരിക്കുക. ഞാൻ ഇമ്മാതിരി സംഭവങ്ങൾ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കോൺട്രോവേഴ്സി കാണുന്നതൊക്കെ ഇഷ്ടം. പക്ഷേ യൂഷ്വലി ഞാനത് കാണുന്ന ട്രോൾ വഴിയൊക്കെയായിരിക്കും ഞാൻ കാണുന്നത്. കാരണം അത് കാണാനേ എത്തിച്ച് കാര്യമുള്ളൂ. ആക്ച്വൽ ലെജിറ്റ് സംഭവം ഞാൻ ഇങ്ങനെയുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യാനോ അവരുടെ വീഡിയോസ് കാണാനോ ലൈക്ക് ചെയ്യാനോ പേഴ്സണലി ഞാൻ പോയിട്ടില്ല. കാരണം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് അവിടെ ചെന്നിട്ട് അവൻ്റെ കമൻറ്റ് ചെന്നിട്ട് എന്ത് ഡാഷഡ കാണിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻഗേജ്മെന്റ് ആവുള്ളൂ, അവന് ഗുണമാവുള്ളൂ. അല്ലാതെ അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടന്റുകൾ കുറയാനുള്ളൊരു കാരണമാവില്ല അത്. എനിക്ക് പേഴ്സണലി ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്നത് ഇതുമായിട്ട് എൻഗേജ് ചെയ്യാതിരിക്കുക. ഇങ്ങനത്തെ വൃത്തികെട്ട കണ്ടന്റുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടോക്സിക് കണ്ടന്റുകളായിട്ട് എൻഗേജ്മെന്റും കമന്റും കൊടുക്കാതിരിക്കുക. നല്ല കണ്ടന്റുകൾ വളർത്താനിരിക്കുക. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് മാത്രമേ ഉള്ളൂ.